കറിവേപ്പില നട്ടിട്ട് വർഷങ്ങളായിട്ടും വളരുന്നില്ലേ? അതോ ഇലയൊക്കെ മഞ്ഞ കളറായി മാറുകയാണോ? എന്നാൽ ഞാൻ വളർത്തുന്ന എൻ്റെ ഈ ഒരു കറിവേപ്പില നോക്കൂ. ഇത് നിലത്തല്ലാട്ടോ, ഇത് ദാ ഈ കാണുന്ന ചെറിയൊരു ഡ്രമ്മിലാണ് ഞാൻ വളർത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ചില മിസ്റ്റേക്കുകൾ കാരണം എൻ്റെ ഈ ഒരു കറിവേപ്പില നശിച്ചു പോകേണ്ടതായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ തെറ്റുകൾ എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളുടെ വീട്ടാവശ്യത്തിനായി നമ്മൾ ഡ്രമ്മിൽ വളർത്തുന്ന കറിവേപ്പിലയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്ക് കൂടി ഇതിലുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, എൻ്റെ ഇപ്പോൾ കറിവേപ്പില എന്ത് ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. നല്ല ഡാർക്ക് കളറിൽ ഒരു കേടുപാടും കൂടാണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതും ഞാൻ ചേർത്തിരിക്കുന്ന മണ്ണിൻ്റെ അളവ് നോക്കി, അത്രയും ചെറിയ ഡ്രമ്മിലാണ് അത് നിൽക്കുന്നത്. ഈ കാണുന്ന കറിവേപ്പില ഞാൻ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ നട്ടിട്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അധികം വളർച്ചയൊന്നും കറിവേപ്പിലേക്ക് കിട്ടില്ലെന്നാണ്. പക്ഷെ ഇതാ നോക്കിയേ, ഞാൻ നട്ടിട്ട് അധികം നാള് പോലും ആയില്ല, അത്രത്തോളം തളിരുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ കാണുന്നത് ഞാൻ ആദ്യമേ നട്ട കറിവേപ്പിലയാണ് കേട്ടോ. ആ നട്ടിരിക്കുന്ന പാത്രം മോൻ്റെ ബാത്ത് ടബായിരുന്നു, കളയാൻ വേണ്ടി ഇട്ടിരുന്നേച്ച ഒരു ബാത്ത് ടബായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നാൾ വെയിലൊക്കെ കൊണ്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. പ്ലാസ്റ്റിക്കൊക്കെ ഏകദേശം നമ്മൾ തൊട്ടാൽ പെട്ടെന്ന് പോരുന്നൊരവസ്ഥയിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു കറിവേപ്പിനെ മാറ്റി നടാമെന്ന്. അപ്പോൾ ദാ ഡ്രം എടുത്തിട്ടുണ്ട്. ഡ്രമ്മിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു വെച്ചാൽ മണ്ണ് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാത്ത് ടബിൽ നിന്നും നമ്മളുടെ കറിവേപ്പിനെ എടുത്തുകൊണ്ട് വരാം. നമ്മൾക്ക് പറ്റുന്ന ഒന്നാമത്തെ തെറ്റെന്താണെന്നറിയോ? മറ്റുള്ള ചെടികളെ പോലെ വളരെ വേഗത്തിൽ വളരുന്ന ഒന്നല്ല ഈ കറിവേപ്പ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് അതങ്ങോട്ട് വിട്ടുകളയും. അതിൻ്റെ പരിപാലനമൊക്കെ നമ്മൾ കുറയ്ക്കും. അങ്ങനെ വരുന്നിടത്താണ് ആദ്യം നമ്മളുടെ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ കറിവേപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയല്ല, അതിന് കുറച്ച് സമയം ആവശ്യമാണ്. അപ്പോൾ ഞാൻ ദാ ആ ഒരു ബാത്ത് ടബ് ഇപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒന്ന് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ പൊളിഞ്ഞു പോവുകയാണ്. ഇപ്പോഴെങ്കിലും ഞാൻ ഈ ഒരു കറിവേപ്പില ഇതിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ നമ്മളുടെ മൊത്തത്തിൽ ചിലപ്പോൾ ചെടിയെ കൂടി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ദാ അതൊന്ന് കൈ കൊണ്ട് അടർത്തിയിട്ട് നമുക്ക് ഈ ഒരു വേരെ പാടെ കംപ്ലീറ്റ് ഈ ഒരു കറിവേപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാൻ ചെയ്ത രണ്ടാമത്തെ തെറ്റാണ് ദിവസവും വെള്ളം കൊടുക്കുക എന്നുള്ളത്. ചെടികളാവുമ്പോൾ നമ്മൾ ദിവസവും വെള്ളം കൊടുക്കുമല്ലേ, പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും വെള്ളം ആവശ്യമില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും നമ്മൾ കുറയ്ക്കേണ്ടതാണ്. ഈ ഒരു കറിവേപ്പിന് ഞാൻ എല്ലാ ദിവസവും ആദ്യം വെള്ളം കൊടുക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ദിവസവും വെള്ളം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ വേരുകളൊക്കെ ചീത്തയായി തുടങ്ങും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രം വെള്ളം ആണ് കൊടുക്കുന്നത്. ഡെയിലി കൊടുക്കുവാണെങ്കിലും വളരെ ചെറിയൊരു കപ്പ് ഞാൻ അതിനു വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെറസിൽ ഞാൻ കൊടുക്കുന്നത് അത്രത്തോളം വെള്ളമേ കൊടുക്കാറുള്ളൂ. അത് വലിയ ഡ്രം ആണെങ്കിൽ കൂടി വളരെ കുറച്ച് മാത്രം വെള്ളമേ കൊടുക്കാറുള്ളൂ. നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ വെള്ളം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് മണ്ണ് നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ആ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ എൻ്റെ കറിവേപ്പിന് വെള്ളം കൊടുക്കുന്നത്. അത് കൂടാണ്ട് ആ ഒരു കറിവേപ്പിൻ്റെ താഴെ ഇതാ ഒരു കുഞ്ഞ് തൈ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. വേരൊന്നും പൊട്ടാണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് നേരെ ഡ്രമ്മിലേക്ക് മാറ്റാം. കറിവേപ്പ് നമുക്ക് നിലത്തോ ഡ്രമ്മിലോ നടാം. നമ്മളുടെ ആവശ്യകത അനുസരിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് പൊതുവേ താഴെ മണ്ണ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രമ്മിൽ നടുന്നത്. അതേപോലെ തന്നെ താഴത്ത് ചെറിയൊരു പ്ലേസിലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഏരിയയിലും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡ്രമ്മിന് നല്ല രീതിയിൽ തന്നെ ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടിയാണെന്ന്. അപ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള ഹോൾ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ എത്ര നല്ല പോട്ടി മിക്സ് കൊടുത്തിട്ടും കാര്യമില്ല. ഈ ഒരു ഡ്രം ഞാനിവിടെ അടുത്തു നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നമുക്ക് പലതരത്തിലുള്ള ഡ്രമ്മുകൾ കിട്ടുന്ന കടകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് 50 രൂപയ്ക്കാണ് കേട്ടോ. പല റേഞ്ചിലുള്ള ഡ്രമ്മുകളുണ്ട്. നമ്മളുടെ ആവശ്യമനുസരിച്ച് നമുക്കത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ.
അതല്ല ഡ്രം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളുടെ വീട്ടിൽ ഉള്ള പെയിൻറ്റിൻ്റെ ബക്കറ്റ്, തീരെ ചെറുതല്ലാത്ത എന്തിലും നമുക്ക് ഈ ഒരു കറിവേപ്പ് നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഞാൻ നടുമ്പോൾ ഇത്രയൊന്നും സൈസ് ഉണ്ടായിരുന്നില്ല, തീരെ ചെറുതായിരുന്നേ. അപ്പോൾ ഞാൻ ആ ഒരു കറിവേപ്പ് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് മണ്ണിട്ട് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാം. കാരണം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ തന്നെ കറിവേപ്പ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ആ ഒരു സൈഡിലാവുമ്പോൾ ഒരു താങ്ങും കൂടി നമ്മളുടെ കറിവേപ്പിന് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ ഡ്രമ്മിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താങ്ങായിട്ട് ഒരു കോല് കൂടി കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെറസിന് മുകളിൽ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കറിവേപ്പ് ഇപ്പോൾ നട്ടു കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കാറ്റിനനുസരിച്ച് അത് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു താങ്ങ് കൊടുത്തതിന് ശേഷം ചെറിയൊരു സപ്പോർട്ടിന് കൂടി അതൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിവേപ്പ് നമ്മൾ വീട്ടിൽ നട്ടുണ്ടാക്കുന്ന കറിവേപ്പിന് ഒരു പ്രത്യേകതയില്ലേ? അതായത് പുറത്തു നിന്നും വാങ്ങിക്കുന്ന കറിവേപ്പിലേക്കാൾ നല്ലൊരു സ്മെല്ലല്ലേ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിന്. ഇനി അടുത്തൊരു കാര്യമാണ്, നല്ല വെട്ടം കിട്ടുന്നിടത്ത് വേണം നമ്മളുടെ ഈ ഒരു കറിവേപ്പ് വെക്കാനായിട്ട്. ദിവസവും 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കറിവേപ്പ് വെക്കാനായിട്ട് ശ്രമിക്കുക. വെളിച്ചം കുറവാണെങ്കിൽ ചെടിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഒരു വളർച്ചയും ഉണ്ടാവില്ല, പുതിയ തളിരിലകളും ഉണ്ടാവില്ല. ഇലകൾക്കൊന്നും നല്ല പച്ചനിറമില്ലാണ്ട്, ഒരു ഭംഗിയില്ലാണ്ട്, ഒരു വളർച്ചയില്ലാണ്ടായിരിക്കും കേട്ടോ ആ ഒരു ചെടി നിൽക്കുക. അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ നമ്മളുടെ ചെടിയെ വെക്കുക. ഞാനീ വെച്ചിരിക്കുന്ന സ്ഥലം നല്ല രീതിക്ക് തന്നെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് മുഴുവൻ ഞാൻ കറിവേപ്പ് തന്നെ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കൊമ്പ് നുള്ളിക്കൊടുക്കുക എന്നുള്ളത്. ബൊഗെയിൻവില്ലയ്ക്ക് കൊമ്പ് നുള്ളിക്കൊടുക്കുന്ന പോലെ തന്നെ കറിവേപ്പിനും കൊമ്പ് നുള്ളിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഹൈറ്റ് വെച്ച് കഴിയുമ്പോഴത്തേനും ഞാനൊന്ന് നുള്ളിക്കൊടുക്കും. അപ്പോൾ 2-3 ശിഖരങ്ങൾ കിളിർത്ത് വരും. കൊമ്പ് നുള്ളിക്കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ ചെടി നല്ല ഹൈറ്റ് വെച്ച് അങ്ങോട്ട് മേളിലേക്ക് പോവട്ടോ. പക്ഷേ നമുക്ക് നല്ലപോലെ പടർന്ന് ആണ് വരേണ്ടതെങ്കിൽ അധികം, പ്രത്യേകിച്ച് ഡ്രമ്മിൽ വളർത്തുമ്പോൾ ഇതേപോലെ തളിരിലകൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ ശാഖകൾ വന്ന് നിറയും. അതിനനുസരിച്ച് നമ്മളുടെ കറിവേപ്പും നന്നായിട്ട് വളരും. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പോട്ടി മിക്സ് ആണ്. വളരെ ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ചകിരി, ചാണകപ്പൊടി, മണൽ മിശ്രിതമാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഞാൻ എൻ്റെ ചെടികൾക്ക് എപ്പോഴും കൊടുക്കുന്നത് ബയോബിൻ വളമാണ്. അതാവുമ്പോൾ നല്ല വായുസഞ്ചാരം ഉണ്ടാവും, ലൈറ്റ് വെയ്റ്റും ആയിരിക്കും. അതേപോലെ മണ്ണ് ടൈറ്റാക്കുകയും ചെയ്യുന്നില്ല. ഞാൻ സാധാരണയായി എൻ്റെ എല്ലാ ചെടികൾക്കും ഒരേ രീതിയിലുള്ള വളങ്ങളാണ് കൊടുക്കാറ്. NPK വളങ്ങൾ കൊടുക്കുന്നത് പൂക്കളുണ്ടാവുന്ന ചെടികൾക്ക് മാത്രമാണ്. എങ്കിലും അത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒന്നല്ല. വല്ലപ്പോഴും മാത്രമാണ് ഞാൻ NPK വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. മെയിനായിട്ട് ജൈവവളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ബയോബിൻ വളം തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ ജൈവവളം. ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ വെജിറ്റബിൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. പിന്നെ അതേപോലെ ചേർത്ത് കൊടുക്കുന്ന അടുത്തൊരു വളം എന്ന് പറയുന്നത്, നമ്മളുടെ ബയോബിനിൽ തന്നെ സ്ലറി ഉണ്ടാവാറുണ്ട്. അതായത് പച്ചക്കറി വേസ്റ്റിൽ നിന്നും ഊർന്നു വരുന്ന സ്ലറി. അത് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എപ്പോഴും നമ്മൾ വളം കൊടുക്കരുത് കേട്ടോ. നമ്മൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ആവശ്യത്തിന് മാത്രം വളം കൊടുക്കുക. വളം പ്രധാനമായിട്ടും ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ, ജൈവവളം തന്നെയാണ് ഞാൻ എൻ്റെ കറിവേപ്പിന് കൊടുക്കുന്നത്. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതേപോലെ കടലപ്പിണ്ണാക്കും ചേർത്തുള്ള മിശ്രിതവും കൊടുക്കാറുണ്ട്. സ്ലറി ആയിട്ടില്ല കേട്ടോ, ഞാൻ ഇന്നലെ കൂടി എടുത്തതേ ഉള്ളൂ സ്ലറി. 2 ദിവസം കൂടുമ്പോൾ ഞാൻ സ്ലറി എടുക്കാറുണ്ട്. 2 ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ സ്ലറിയും ചേർത്ത് നല്ലപോലെ ഡൈല്യൂട്ട് ആയിട്ടാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇലകളൊക്കെ ഒന്ന് നോക്കി, എന്ത് നല്ല ഗ്രീൻ കളറായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഒരു പുഴുക്കേടോ ഒന്നും തന്നെ ഇല്ല കേട്ടോ.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഡ്രമ്മിലാണെങ്കിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ കറിവേപ്പ് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.